എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് പയറുതോരൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പയറുതോരൻ എന്ന് പറയുമ്പോൾ പയർ മാത്രം ഉപയോഗിച്ചിട്ടല്ല തോരൻ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് വേറൊരു വെജിറ്റബിളും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ല ടേസ്റ്റി ആയിട്ടുള്ള പയറുതോരൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പിടി നീളൻ പയർ എടുത്തിട്ടുണ്ട്. ഇതിന് അച്ചിങ്ങ പയറെന്നും പറയും. ഇത് പീച്ചിങ്ങ, ഇതിന് ഇംഗ്ലീഷിൽ റിഡ്ജ് ഗാർഡ് എന്ന് പറയും. ഈ ഒരു വെജിറ്റബിളാണ് പയറുതോരന് ടേസ്റ്റ് കൂട്ടി കൊടുക്കുന്നത്. ഒരു സവോളയും കൂടെ എടുക്കുന്നുണ്ട്. 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇത്രയും സാധനങ്ങളും കുറച്ച് തേങ്ങ ചിരകിയതും ഇതിലേക്ക് വേണം. ഇത് കടയിൽ നിന്ന് മേടിച്ച പീച്ചിങ്ങയാണ്. ഇതുപോലെയുള്ള പച്ചക്കറി നമ്മൾ നട്ടു വളർത്താറുമുണ്ട്. നമ്മുടെ പറമ്പിലൊക്കെ തന്നെത്താനെ കിളുത്ത് വരുന്ന ഒരുതരം പീച്ചിങ്ങയുണ്ട്. അതിനേക്കാൾ ടേസ്റ്റ് ഈ പീച്ചിങ്ങ ഉപയോഗിക്കുന്നതാണ്. ഇതുപോലെയുള്ള പീച്ചിങ്ങ മേടിക്കുമ്പോൾ പിഞ്ച് പീച്ചിങ്ങ നോക്കി വേണം മേടിക്കാൻ. ഇതിൻ്റെ അകത്തെ ഭാഗമൊന്നും കളയുന്നില്ല. ഇതിൻ്റെ തൊലി മാത്രമേ ചെത്തി കളയുന്നുള്ളൂ. ഈ ഒരു വലിപ്പത്തിലാണ് പീച്ചിങ്ങ മുറിച്ചെടുത്തിരിക്കുന്നത്. അതേ വലിപ്പത്തിൽ തന്നെ പയറും സവോളയും ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. പച്ചമുളക് നടുവേ ഒന്ന് കീറിയാണ് എടുത്തിരിക്കുന്നത്. തോരൻ ഉണ്ടാക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഉള്ളിയും കറിവേപ്പിലയും കൂടെ ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളിയും കറിവേപ്പിലയൊക്കെ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ തോരൻ ഉണ്ടാക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഈ പീച്ചിങ്ങയ്ക്കകത്തെ വെള്ളം മതി പയറൊക്കെ നല്ലവണ്ണം വെന്ത് കിട്ടാൻ. കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കണം. തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇത് മൂടി വെച്ച് വേവിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. മൂടി വെച്ച് വേവിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടും. വെള്ളം കൂടുതലാവുന്നു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് തീ കൂട്ടിയിട്ട് കൊടുക്കണം. ഒരു പ്രാവശ്യം ഇതുപോലെ പയറും പീച്ചിങ്ങയും ഉപയോഗിച്ച് തോരൻ ഉണ്ടാക്കിയൊന്ന് നോക്കണം. നിങ്ങൾക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെടും. രണ്ടും വേറെ വേറെ ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് ഇതുപോലെ ഒന്നിച്ച് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബെല്ലൈക്കൺ വരും. അതിലെ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് ആക്ടിവേറ്റ് ആക്കണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ.